മറിയം ദൈവമല്ല, മരിയഭക്തി കൂദാശയല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കത്തോലിക്കാ സഭയ്ക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമുക്ക് അറിയാവുന്ന സ്വാമി വിവേകാനന്ദൻ. കത്തോലിക്കാ സഭയെക്കുറിച്ചൊക്കെ അത്യാവശ്യം കുറേ അറിയാം. യേശുവിനോട് വലിയ ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തിയാണ്. ക്രിസ്തുവിൽ ആഴമേറിയ ബോധ്യമുള്ളൊരു വ്യക്തിയാണ്. ആ സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഈശോ അപ്പസ്തോലന്മാരുടെ കാല് കഴുകിയതുപോലെ ഞാൻ ജീവിക്കുന്ന ഈശോയുടെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ കാലത്തിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ രക്തം കൊണ്ട് യേശുവിൻ്റെ കാല് കഴുകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് യേശു ദൈവമാണെന്ന് അത്രമാത്രം ആഴത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് ആള് അമേരിക്കയിലെ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുകയാണ്. ഈ സ്വാമി വിവേകാനന്ദൻ പറയുന്ന കാര്യം ഇതാണ്: കത്തോലിക്കർക്ക് ഒരു തെറ്റുപറ്റി. കാരണം യേശുവും മറിയവും അമലോത്ഭവമാണ്. അവർ രണ്ടുപേരും പാപം ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും ജീവിച്ചത് ദൈവത്തിനു വേണ്ടിയാണ്, എന്നുവെച്ചാൽ സ്വർഗത്തിലെ പിതാവിന് വേണ്ടി. പിതാവ് പറയുന്ന പോലെ രണ്ടുപേരും മരിച്ച് സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ എന്തുകൊണ്ട് യേശുവിനെ ദൈവമായി ആരാധിക്കുന്നു, മറിയത്തെ ദൈവമായി ആരാധിക്കുന്നില്ല? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യമാണ്. കത്തോലിക്കർക്ക് ഒരു തെറ്റുപറ്റി. കാരണം ആൾ സഭയെക്കുറിച്ച് പഠിച്ചു വരുന്നതൊക്കെ ഉള്ളൂ. ആളെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മറിയത്തെ അത്രമാത്രം ആൾ നോക്കുമ്പോൾ അമലോത്ഭവമാണ്, സ്വർഗത്തിലേക്ക് മാലാഖമാർ കൊണ്ടുപോയി എന്നൊക്കെയുള്ളതൊക്കെയാണ്. പക്ഷെ മറിയം ആരാണെന്നുള്ള അറിയാത്തത് കൊണ്ട് ആളങ്ങനെ പറഞ്ഞത്. സ്വഭാവം കൊണ്ടൊക്കെയാണ് യേശുവും മറിയവും നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയൊക്കെ കാണുന്നത്. പ്രിയമുള്ളവർ, ലൂക്ക 1:38 മറിയം വ്യക്തമായി പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ്, ഞാൻ ദൈവമല്ല. എന്നാൽ ഇന്ന് കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന കുറേ പേര് മറിയത്തെ ദൈവമായി ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ്. എന്നാൽ ചിലരിപ്പം കത്തോലിക്കരിൽ ഈ യേശുവിനേക്കാൾ കൂടുതൽ, ത്രിത്വത്തെക്കാൾ കൂടുതലും വലിയൊരു മരിയഭക്തി കൊണ്ട് നടക്കുന്നവരുമുണ്ട്. അത് ചിലപ്പോൾ അപകടമായി തീരാൻ സാധ്യതയുണ്ട്. കാരണം മറിയം ദൈവമല്ല, മരിയഭക്തി കൂദാശയല്ല, ജപമാല കൂദാശയല്ല, ഈശോ സ്ഥാപിച്ച കൂദാശകളിൽ പെട്ടതല്ല മരിയഭക്തി. അപ്പം അതുകൊണ്ട് മരിയഭക്തി വേണം, മാതാവും വേണം. പക്ഷേ അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ഇപ്പം പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ആരാധന അത് ദൈവത്തിന് മാത്രമാണ്, വേറെ ആർക്കുമില്ല. ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയാം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ല മറ്റൊരു ദൈവം നിനക്കുണ്ടാകും. ഒന്നാമത്തെ പ്രമാണത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പം ദൈവത്തിന് കൊടുക്കുന്നത് സ്നേഹമല്ല, കാരണം ദൈവം സ്നേഹമാണ്. അപ്പം ദൈവത്തെ നമ്മൾ സ്നേഹിച്ചാൽ പോരാ, ദൈവം എല്ലാ ആരാധനയ്ക്കും യോഗ്യനാണ്. അതുകൊണ്ട് ദൈവത്തിന് ആരാധന കൊടുക്കും. അതിൻ്റെ പേരാണ് ലാട്രിയ. ദൈവത്തിന് കൊടുക്കുന്നതാണ്, ത്രിത്വത്തിന്. ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഏറ്റവും ഉയർന്ന വണക്കം, ആരാധനയല്ല വണക്കം, അത് മറിയത്തിനാണ് കൊടുക്കുന്നത്. ഹൈപ്പർ ഡൂളിയ, ഹൈപ്പർ ഏറ്റവും ഉയർന്ന ലെവലിൽ. ദൈവത്തിന് കൊടുക്കുന്ന ലാട്രിയാണ്, ആരാധനയാണ്. എന്നാൽ മറിയത്തിന് കൊടുക്കുന്നത് ആരാധനയല്ല, കാരണം മറിയം ദൈവമല്ല. അതുകൊണ്ട് ഹൈപ്പർ ഡൂളിയ. അത് കഴിഞ്ഞ് കൊടുക്കുന്നത് ഔസേപിതാവിനാണ്, പ്രോട്ടോ ഡൂളിയ. ഇനിയും അവസാനം എല്ലാ വിശുദ്ധർക്കും കോമൺ ആയിട്ട് കൊടുക്കുന്നത് ഡൂളിയ, അല്ലെ ധൂളിയ എന്നും പറയും. അപ്പോൾ ഓരോ വ്യത്യാസമുണ്ട് തിരുസഭയിൽ തന്നെ ഓരോരുത്തർക്കും കൊടുക്കുന്ന സ്ഥാനത്തിന്. കാരണം ഔസേപിതാവിനെ പോലെ ഇത്രയും പരിപൂർണമായിട്ടൊരു വ്യക്തി വേറെ ഇല്ല. അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കും, പ്രിയമുള്ളവരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറിയം ദൈവമല്ല. അപ്പം ഇപ്പം നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ ആയിരുന്ന ഒരു വ്യക്തി പുറത്തിറങ്ങിയ ഒരു മാഷാണ് അവിടെ മറിയത്തെ ദൈവമായിട്ട് ആരാധിക്കുന്നത്. മറിയത്തെ ദൈവമായിട്ടാണ്. പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്തക്കാരെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ത്രിത്വം എന്ന് പറയുന്നത് പോലും നമ്മൾ ശരിക്കും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ ത്രിത്വം എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ്, അതിൽ 3 ആളുകളുണ്ടെന്നുള്ളതാണ്. ഒരു ദൈവം, അതിൽ 3 ആളുകളുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. എന്നാൽ പെന്തക്കോസ്തക്കാരുടെ, പ്രൊട്ടസ്റ്റന്റുകാരുടെ ത്രിത്വം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പിതാവായ ദൈവം യഹോവ. എന്നാൽ ആ യഹോവ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ എന്ന് വെച്ചാൽ ഒരു കുട്ടി ചെറുപ്പത്തിൽ മിഡിയും ടോപ്പ് ഇട്ട് നടന്നു, വലുതായപ്പോൾ സാരി ഉടുത്തു, കുറേയും കൂടെ പ്രായമായപ്പോൾ അമ്മാമ്മയായപ്പോൾ ചട്ടയും മുണ്ട് കൊടുത്തു. ഇതുപോലെയാണ് ഇവരുടെ ത്രിത്വം എന്ന് പറയുന്നത്. എല്ലാം ഒരാൾ തന്നെയാണ്, ഡ്രസ്സ് മാറുന്നതേ ഉള്ളൂ, ഡ്രസ്സ് മാറ്റുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിതാവായി ദൈവം യഹോവയായിട്ട് പഴയ നിയമത്തിൽ, പുതിയ നിയമം ക്രിസ്തുവായിട്ട് വന്നു. ഇപ്പം യേശുക്രിസ്തു പോയതിനു ശേഷം പരിശുദ്ധാത്മാവിൻ്റെ വേഷത്തിൽ ഇങ്ങോട്ട് ആര് വന്നു? ഈ യഹോവ തന്നെ വേഷം മാറി വരുമോ? ഒരു ദൈവമേ ഉള്ളൂ. ഇതാണ് അവരുടെ ത്രിയേക ദൈവം എന്ന് പറയുന്നത്. എന്നാൽ കത്തോലിക്കരുടെ ദൈവം ഇങ്ങനെയല്ല. കാരണം പിതാവായി ദൈവം
ഉള്ളപ്പോൾ തന്നെ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിലോട്ട് മനുഷ്യരൂപം ധരിച്ചു വന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്വരം എൻ്റെ പ്രിയപുത്രനാകുന്ന ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വന്നിരുന്നു. ത്രിത്വത്തിൻ്റെ പരസ്യമായ ഒരു വെളിപ്പെടുത്തലാണത്. അപ്പം അതുകൊണ്ട് 3 പേരും ഉണ്ട്. അല്ലാണ്ട് ഒരാൾ വേഷം മാറി മിടിയും ടോപ്പ് വിട്ട് പിന്നെ സാരി ഉടുത്ത് പിന്നെ ചട്ടമുണ്ട് ഉടുത്ത് വരുന്ന ഒരവസ്ഥയല്ല. അങ്ങനെയല്ല ത്രിയേക ദൈവം എന്ന് പറയുന്നത്. ഒരു ദൈവമുണ്ട്, ദൈവത്തിൽ 3 ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ മനസ്സിലാക്കണം, അടിത്തറ പോയി കിടക്കുന്ന സാധനമാണിത്. ബേസ് ഇല്ലാതെ റൂഫെല്ലാം കെട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും കാറ്റും മഴയും വരുമ്പം? കാരണം അത് പാറപ്പുറത്തല്ല. അതുകൊണ്ടാണ് ഈശോ മത്തായി 16:18 പറഞ്ഞു, പത്രോസേ നീ പാറയാവുന്നു, ഈ പാറമേൽ കണ്ടോ. ഇത് കാരണം അടിത്തറയാണ്. ആദ്യമേ അടിത്തറയുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഒരു അടിത്തറയുണ്ട്. അത് ക്രിസ്തുവാണ് അതിൻ്റെ തറ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകൾ പണിതത് എന്ത് പ്രലോഭനങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും അത് കാറ്റിലും കോളിലും ഒന്നും വീഴുന്നതല്ല. അതുകൊണ്ട് മറിയത്തെ ഒരിക്കലും ദൈവമായി ആരാധിക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അങ്ങനെ സംഭവമില്ല. മറിയം പോലും വെറുക്കുന്ന കാര്യമാണ്. മറിയം പോലും എന്താ പറഞ്ഞേ? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം കണ്ടോ, ഇതാ കർത്താവിൻ്റെ ദാസി. ഗബ്രിയേൽ ദൂതൻ വന്ന് ലൂക്ക 1:28 എന്താ പറഞ്ഞേ? ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാ പറഞ്ഞേ. ദൈവം നിന്നോട് കൂടെ, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. മറിയത്തോട് കൂടെ ദൈവമാണ്, ശരിയാണ്. പക്ഷെ മറിയം ദൈവമല്ല. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി. കൃപ നിറഞ്ഞിട്ടുണ്ട്, സത്യമാണ്, കൃപ നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ ദൈവമല്ല. അങ്ങനെ ഗബ്രിയേൽ ദൂതനെങ്കിലും തിരിച്ചു പറയണ്ടേ? ദൈവമേ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയണ്ടേ? അപ്പം അതുകൊണ്ട് ത്രിത്വത്തിലെ ഒരു 3ാമത്തെ ആളത്വമായിട്ട് പലപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം അവർ പറയുന്ന ത്രിത്വം പിതാവ്, പുത്രൻ, മറിയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മനുഷ്യരൂപമാണ് പരിശുദ്ധ കന്യകാ മറിയം. ഇങ്ങനെയാണ്. ഇതൊന്നും അല്ല. ഇതൊക്കെ പാഷാണ്ഡതയാണ്. ഇതൊന്നും മറിയത്തെ ഇന്നു വരെ കത്തോലിക്ക സഭ ഒരിക്കലും ആരാധിച്ചിട്ടില്ല. വണങ്ങുന്നു മാത്രമേ ഉള്ളൂ. ഹൈപ്പർ ഡൂളിയ, ഏറ്റവും ഉയർന്ന വണക്കമാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഒരു വിഗ്രഹമല്ല. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൂര്യൻ, പ്രപഞ്ചത്തിലെ ഒരു സൂര്യൻ, അത് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ ആരാധിക്കുമ്പോഴാണ്, അതിന് ആരാധന കൊടുക്കുമ്പോഴാണ് അത് ദൈവമാകുന്നത്. ദൈവത്തിന് ആരാധന വേണം. സാത്താനും ആരാധിക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടാണ് അപ്പോൾ ഏതേൻ തോട്ടത്തിൽ പോലും പറഞ്ഞത് എന്താണ് മനുഷ്യനോട്? നിങ്ങൾ തിന്ന ദൈവത്തെ പോലെ. കാരണം ഈ ആരാധന മുഴുവൻ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 40 ദിവസം ഉപയോഗിച്ച് പുറത്ത് വന്നപ്പോൾ ഈശോയോടൊക്കെ മരുഭൂമിയിൽ സാത്താൻ വന്നിട്ട് എന്താ പറഞ്ഞത്? നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി, കണ്ടോ ഈ കാണുന്ന മുഴുവൻ തരാം. ഇതാണ് ബ്ലാക്ക് മാസ്, സാത്താൻ ആരാധന. കണ്ടോ, സാത്താനെ ആരാധിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാം കിട്ടും. അവരുടെ വലിയ സാമ്പത്തികമായ വലിയ ഉയർച്ചയുണ്ടാവും. കോടികൾ കൊണ്ട് നിറയും. ധനവാനെ പോലെ ജീവിക്കും. പക്ഷേ അവസാനം ആത്മാവ് നരകത്തിൽ പോകും. കാരണം ആരാധിക്കുന്നത് സാത്താനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സിമ്പിളായിട്ട് പാലക്കാട് ജില്ലയിലൊക്കെയാണ് 13 സ്ഥലത്ത് തന്നെ, ആ ഒരു ജില്ലയിൽ 13 സ്ഥലത്ത് ബ്ലാക്ക് മാസ് നടക്കുന്നുണ്ട്, സാത്താൻ ആരാധന. എന്തിനാണ് സാത്താനെ ആരാധിക്കുന്നത്? സാത്താന് ഭയങ്കര ഇഷ്ടമാണ് അവനെ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് അത് കാരണം ഈശോയോട് തന്നെ പറഞ്ഞതാണ്, നീ എന്നെ ഒന്ന് കുമ്പിട്ടാഴ്ച കാണുന്ന മുഴുവൻ തരാം, എന്ത് വേണേലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാത്താനെ ആരാധിക്കുന്നത് പോലെയല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവം എന്തും തരാമെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ചിലതൊക്കെ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും കുട്ടികളോട് നോ എന്ന് പറയരുതെന്നാണ് പറയുന്നത്. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യമേ പറഞ്ഞു കൊടുത്തത് നോ എന്നാണ്. പറുദീസയിൽ വെച്ച് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം തിന്നോളാനല്ല പറഞ്ഞത്, നോ ചെയ്യരുത്, അരുത്. അരുതെന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ളത് തന്നെയാണ്. 10 കൽപ്പനയിലൂടെ അരുത്, മോഷ്ടിക്കരുത്, കൊല്ലരുത്. കാരണം അത് അപകടമാണ്, നമ്മൾ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നോ എന്ന് പറയാതെ പഠിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? സാത്താനായി മാറും. അപ്പോൾ എന്തും ചെയ്തോളാൻ പറയുന്നത് ഒരു സ്വാതന്ത്ര്യമല്ല. ഒരു വീട്ടിൽ അപ്പൻ വീട്ടിലെ പിള്ളേർക്ക് വേണ്ടി ഒത്തിരി ഫ്രൂട്ട്സ് ഉള്ള ചെടികളൊക്കെ നട്ടു, ഗാർഡൻസൊക്കെ ഉണ്ട്, അതുപോലെ ഫിഷുണ്ട്, പല ആനിമൽസൊക്കെ നമ്മുടെ ചെറിയ മുയലുകളും അല്ലെ പക്ഷികൾ, തത്തയും അതുപോലെ തന്നെ കിളികളും പലതുമൊക്കെ ഉണ്ട്. അപ്പം പിള്ളേർക്കൊക്കെ ഓടി നടന്ന് കളിക്കാം, നല്ല ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കാം, ഭയങ്കര സന്തോഷം. പക്ഷേ അവിടെ ഒരു കിണർ അത് വേലി കെട്ടിയിട്ട് അരയ്ക്കൊപ്പം ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് നെറ്റിട്ടിരിക്കുകയാണ്, ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് വെൽഡ് ചെയ്ത് അതിനകത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. അത് പിള്ളേർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതല്ല. കാരണം അവർക്ക് കുളിക്കാനും അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും ഓരോ ചെടിയൊക്കെ നനയ്ക്കാനും എല്ലാത്തിനും കൂടെ ആവശ്യമുള്ള വെള്ളം കിട്ടുന്നതാണ്. വെള്ളം നല്ലതാണ്. പക്ഷേ കിണർ എന്ന് പറയുന്നത് കുട്ടികൾ അതിൽ വീണാൽ മരിച്ചു പോകും. അറിവില്ല. കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നതിനിടയ്ക്ക് കാലെങ്ങാനും തെറ്റി വീണാൽ കിണറ്റിൽ പോകാതിരിക്കാൻ അതിന് കുറച്ച് ഹൈറ്റിൽ 1.5 മീറ്റർ ഹൈറ്റിൽ അരഞ്ഞാണം എന്നൊക്കെ പറയുന്ന പോലെ അതിന് ചുറ്റും കെട്ടി അതിൻ്റെ മുകളിൽ കയറിയ ചാടാതിരിക്കാൻ ഗ്രില്ലിട്ടിരിക്കുകയാണ്. അത് സ്വാതന്ത്ര്യത്തെ, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, കുട്ടികളോടുള്ള സ്നേഹം കൂടുതലുള്ളത് കൊണ്ടും അവരോടുള്ള അവരെ കരുതുന്നത് കൊണ്ടുമാണ്.
ഇതുകൊണ്ടാണ് ദൈവം നടുവിലത്തെ വൃക്ഷത്തിൻ്റെ പഴം തിന്നരുതെന്ന് പറഞ്ഞത്. സ്നേഹം കൊണ്ടാണ്, ദൈവം സ്നേഹമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ ആ ചില പരിധികളെ നമ്മളെപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. എന്നിട്ട് ദൈവത്തിന് ആരാധന സ്വാർത്ഥനായതുകൊണ്ടാണോ മറിയത്തെ ആരാധിക്കാത്തത്? മറിയം അമലോത്ഭവം അല്ലേ, ദൈവത്തിന് ജന്മം കൊടുത്തതല്ലേ, മറിയം സ്വർഗത്തിലേക്ക് പോയില്ലേ, ദൈവേഷ്ടം അനുസരിച്ചില്ലേ, പാപം? അങ്ങനെയല്ല. ദൈവം ഓരോന്നിനും തരുന്ന ആ ഒരു അതിരുകൾ അത് നമ്മൾ പാലിക്കണം. അത് നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം സാത്താൻ ഏറ്റവും ഇഷ്ടമാണ് മനുഷ്യൻ ആരാധന സ്വീകരിക്കുന്നതും സാത്താൻ ആരാധന സ്വീകരിക്കുന്നതും ഒക്കെ. അതുകൊണ്ടാണ് ആദത്തോടും ഇവിടും പറഞ്ഞ് പഴം തിന്ന ദൈവത്തെ പോലെ ആകുമെന്ന്. കണ്ടോ? അപ്പം അതുകൊണ്ട് ദൈവത്തെ പോലെ ആകുക എന്നുള്ളതല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി നിന്നാൽ മതി. മറിയത്തെ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്നുള്ള മറിയത്തിൻ്റെ മനോഭാവം പോലെ നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് പോലും മത്തായി 6:9-13 വരെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ടോ? നമ്മുടെ അപ്പൻ തന്നെയാണ് ദൈവം. അപ്പം മക്കളെപ്പോലെ എളിമപ്പെട്ട് വിധേയപ്പെട്ട് നമ്മൾ മാറുമ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്വർഗത്തിലും ആ അപ്പനോടൊപ്പം ഒരുമിച്ചായിരിക്കാം. ആ സ്വർഗീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ മറിയത്തെപ്പോലെ വിസരെപ്പോലെ നമുക്ക് ആകാം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം മറിയത്തിന് കൊടുത്തിരിക്കുന്ന അതേ സ്ഥാനം നമ്മൾ കൊടുക്കുക, വിസർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം നമ്മൾ കൊടുക്കുക, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ച് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കി നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.